നല്ലൊരു സുന്ദരമായ വൈകുന്നേരം എല്ലാവർക്കും ആശംസിക്കുകയാണ്. നേരം വൈകുന്നേരത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ഫോക്കസ് വാർത്തകൾ, മറ്റു വിശേഷങ്ങൾ ഒക്കെ കാണാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ചരിത്രം രചിച്ചുകൊണ്ടാണ് ആദ്യമായ ഒരു കോർപ്പറേഷൻ ഭരണം BJP പിടിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം BJP പിടിച്ചത് ആ നിലയിൽ ദേശീയ തലത്തിൽ വരെ വളരെ പ്രാധാന്യം അർഹിച്ചിരുന്നു. പക്ഷേ ശ്രീലേഖ അതൃപ്തിയിലാണ് എന്ന വാർത്തകൾ അന്നു മുതൽ തന്നെ ഉണ്ടായിരുന്നു. ആരും തുറന്നു പറഞ്ഞില്ലെങ്കിലും അറിയാമായിരുന്നു മേയർ സ്ഥാനം കിട്ടാത്തതിൽ ശ്രീലേഖ അതൃപ്തിയിലാണെന്ന്. ഇന്ന് ആ അതൃപ്തി അവർ തന്നെ പരസ്യമാക്കിയിരിക്കുകയാണ്. മേയറാക്കുമെന്ന ഉറപ്പിലാണ് മത്സരിച്ചതെന്ന് ശ്രീലേഖ തുറന്നടിച്ചിരിക്കുന്നു. പ്രശ്നങ്ങളെല്ലാം ഒന്നും മാധ്യമ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ്, ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ BJP നേതാക്കളെ ആകെ വെട്ടിലാക്കിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ആ ശ്രീലേഖ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് BJPക്കുള്ളിൽ നടക്കുന്നത് ഈ മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട് എന്നതാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് ശ്രീലേഖ പറയുകയാണ് മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു തനിക്ക്. അപ്പോഴാണ് മേയറാക്കുമെന്ന ഉറപ്പ് നൽകുന്നത്. അതിനെ തുടർന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചത് എന്നതാണ് ശ്രീലേഖ പറയുന്നത്. താനാണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ മുഖമെന്നാണ് നേതൃത്വം പറഞ്ഞതും ചാനലുകൾക്ക് മുന്നിൽ തന്നെ അങ്ങനെയാണ് അവതരിപ്പിച്ചത്. ചർച്ചകൾക്കും താനാണ് പോയിരുന്നത്. എന്നാൽ എന്തോ കാരണം കൊണ്ട് അവസാന നിമിഷം ഈ കാര്യങ്ങളൊക്കെ മാറി മറയുകയാണ് ഉണ്ടായത് എന്നതാണ് ശ്രീലേഖ പറയുന്നത്. നേതൃത്വത്തിന്റെ തീരുമാനത്തോട് ഒരു തർക്കവുമില്ല, അത് അംഗീകരിക്കുന്നു. തീരുമാനത്തെ എതിർത്തിട്ട് പോടാ പുല്ലേ എന്ന് പറഞ്ഞ് ഇറങ്ങി ഓടാൻ പറ്റില്ലല്ലോ. തന്നെ ജയിപ്പിച്ചവർ ഇവിടെ ഉണ്ടല്ലോ, കൗൺസിലർ ആണല്ലോ. അപ്പോൾ ആ ഉത്തരവാദിത്വം തനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ 5 വർഷം കൗൺസിലറായി തുടരാമെന്ന് തീരുമാനിച്ച് ഇവിടെ തന്നെ ഉണ്ടാകും എന്നതാണ് ശ്രീലേഖ പറയുന്നത്. എന്താണ് ഈ വിഷയത്തിലെ തന്റെ അതൃപ്തി എന്ന് തുറന്നു പറയുകയായിരുന്നു ആ ശ്രീലേഖ. എന്നെ ഈ ഇലക്ഷന് നിർത്തിയത് തന്നെ കൗൺസിലറായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ടല്ല, മേയർ ആകും എന്നുള്ള ഒരു വാഗ്ദാനത്തിന്റെ പുറത്താണ്. ഞാൻ വിസമ്മതിച്ചതാണ് ഇലക്ഷൻ നിൽക്കാൻ. പക്ഷെ അത് അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാനായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖം, കാൻഡിഡേറ്റ്സിന് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കേണ്ട ആളായിരിക്കണം. നേരത്തെ പറഞ്ഞിരുന്നത് 10 കാൻഡിഡേറ്റ്സിനെ ജയിപ്പിക്കുന്ന വൈസ് പ്രസിഡന്റും കൂടിയാണ് ഞാൻ BJPയുടെ സംസ്ഥാന. അപ്പോൾ അതിനെ 10 പേരെ വിജയിപ്പിച്ചാൽ മതി എന്നാ പറഞ്ഞ. അവസാനം ഞാൻ കൗൺസിലർ ആകേണ്ട സാഹചര്യത്തിൽ ഞാൻ പാർട്ടി പറഞ്ഞത് അംഗീകരിച്ച് നിന്നു. അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നതും. അങ്ങനെയുള്ള ഒരു പടമാണ് എല്ലായിടത്തും കൊടുത്തിരുന്നതും. എല്ലാ പത്രങ്ങളുടെ ചർച്ചകൾക്കും ഒക്കെ എന്നെയാണ് വിട്ടുകൊണ്ടിരുന്നത്. ഇത് ലാസ്റ്റ് മിനിറ്റ് വരെ അങ്ങനെ തന്നെയാണ് ഞാനും കേട്ടിരുന്നത്. പക്ഷേ എന്തോ കാരണങ്ങൾ കൊണ്ട് അവസാന നിമിഷം മാറി. എനിക്ക് തോന്നുന്നു അപ്പൊ രാജേഷ് കുറച്ച് ബെറ്ററായിട്ട് മേയറായിട്ട് പ്രവർത്തിക്കാൻ പറ്റും, ആശാനാഥിന് കുറച്ചുകൂടെ നല്ലൊരു ഡെപ്യൂട്ടി മേയറായിട്ട് പ്രവർത്തിക്കാൻ പറ്റും എന്ന് കേന്ദ്ര നേതൃത്വത്തിന് തോന്നിയത് കൊണ്ടാണെന്നാണ് എൻ്റെ കണക്ക് കൂട്ടൽ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞാൻ അംഗീകരിക്കുന്നു. എനിക്കതിൽ തർക്കമില്ല. കാരണം എല്ലാം മാറാമല്ലോ. നമ്മുടെ രാഷ്ട്രീയമാകുമ്പോൾ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് മാറാം. അപ്പൊ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്കതിനെ എതിർത്ത് നിന്നുകൊണ്ട് പോടാപുല്ല എന്ന് പറഞ്ഞ് ഇറങ്ങി ഓടാൻ എനിക്ക് പറ്റില്ല. കാരണം എന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനത്തെ എതിർക്കാനാകില്ലല്ലോ എന്നതാണ് പറയുന്നത്. താൻ ഒരു കൗൺസിലർ ആകാനല്ല മത്സരിച്ചത്, മേയറാക്കാമെന്ന് ഉറപ്പിലാണ് മത്സരിച്ചത് എന്നത് വളരെ വ്യക്തമായി ശ്രീലേഖ പറയുകയാണ്. പക്ഷേ നമുക്കറിയാം VV രാജേഷിന്റെ സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ ഇറങ്ങിപ്പോകുന്ന ശ്രീലേഖയെ നമ്മൾ കണ്ടു. ആശാനാഥിന്റെ സത്യപ്രതിജ്ഞ നടക്കുന്നതിന് മുൻപും അവർ അവിടെ നിന്ന് പോകുന്നത് നമ്മൾ കണ്ടതാണ്. ആ പ്രതിഷേധമൊക്കെ വളരെ പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട് ശ്രീലേഖ. അപ്പോൾ പോലും പുറമേക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞൊഴിയുകയാണ് നേതാക്കൾ ചെയ്തിരുന്നത്. നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാം എന്ന തീരുമാനത്തിൽ ശ്രീലേഖയെ അനുനയിപ്പിച്ചു നേതൃത്വം എന്നതാണ് അപ്പോൾ നമ്മളും കരുതിയിരുന്നത്. എന്നാൽ ഇനി നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഇല്ല എന്ന് കൂടി ആ ശ്രീലേഖ പറയുമ്പോൾ അത്രമാത്രം ആ വിയോജിപ്പ് അവർക്കുണ്ട് എന്നത് കുറെ കൂടി വ്യക്തമാവുകയാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മേഡം മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പിലേക്ക് അതിനെപ്പറ്റി ചർച്ചയൊന്നും നടന്നിട്ടില്ല. എനിക്ക് താല്പര്യമില്ല. ഞാൻ മത്സരിക്കാൻ താല്പര്യമില്ല. ഇല്ല, എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല. ഞാൻ BJP പാർട്ടിയുടെ ഒരു പ്രവർത്തകയായി സേവനം ചെയ്യാനായിട്ട് മാത്രമാണ് എനിക്ക് ആഗ്രഹം.
തനിക്ക് സേവനം ചെയ്യാൻ മാത്രമായിരുന്നു ആഗ്രഹം. നേതൃത്വം മേയർ സ്ഥാനം കാണിച്ച് തന്നെ നിർബന്ധിച്ച് മത്സരിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്തതുകൊണ്ട് കൗൺസിലർ സ്ഥാനത്ത് 5 വർഷം തുടരണം. മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്കും താൻ മത്സരിക്കുന്നില്ല എന്ന കാര്യമാണ് ശ്രീലേഖ പറയുന്നത്. പക്ഷേ BJP നേതാക്കൾ ഇതുവരെ പറഞ്ഞത് യാതൊരു തരത്തിലുമുള്ള അതൃപ്തി ശ്രീലേഖയ്ക്ക് ഇല്ല എന്നതാണ്. ഞാൻ ഇന്നലെ പുതിയ മേയർ VV രാജേഷിനുമായി ഒരു അഭിമുഖം നടത്തിയിരുന്നു. ഈ വിഷയങ്ങൾ VV രാജേഷിനോട് ഞാൻ നേരിട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ശ്രീലേഖയിലേക്ക് തീരുമാനങ്ങൾ എത്തിയത്, ശ്രീലേഖ ഇപ്പോഴും അതൃപ്തിയിലാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതൊക്കെ ഒരു മാധ്യമ സൃഷ്ടി എന്ന നിലയിൽ ആണ് VV രാജേഷ് പറഞ്ഞ് നിർത്തിയത്. മാത്രവുമല്ല, ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, ഇന്നുകൂടി കണ്ടതാണ് എന്ന് പറയുന്നു. ശ്രീലേഖയുടെ ഈ MLA ഓഫീസുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പോരാട്ടത്തിൽ അവർ ഒറ്റയ്ക്കാണല്ലോ എന്ന് ചോദിക്കുമ്പോഴും അതൊക്കെ എഴുതിത്തള്ളുകയാണ് VV രാജേഷ് ചെയ്തത്. പക്ഷേ അതിന് പിന്നാലെയാണ് ഈ തുറന്നു പറച്ചിൽ ശ്രീലേഖയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്നലെ രാജേഷ് പറഞ്ഞത് കൂടി ഒന്ന് കേൾക്കാം. ശ്രീലേഖ ഇപ്പോഴും ആ വിഷയം വിട്ടിട്ടില്ല, ഫേസ്ബുക്കിലൂടെയൊക്കെ പ്രതികരണമായി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ശ്രീലേഖ അതൃപ്തിയിലാണോ? വളരെ സന്തോഷത്തിൽ ഇന്ന് രാവിലെ ഞങ്ങൾ തമ്മിൽ 1 മണിക്കൂർ മീറ്റിംഗ് ഉണ്ടായിരുന്നു. വളരെ ക്രിയേറ്റീവായിട്ടുള്ള ചർച്ചകൾ, സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആശയങ്ങൾ കൈമാറി വളരെ സജീവമായിട്ട് വാർഡിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോഴും മേയർ സ്ഥാനത്ത് വാർഡിലേക്ക് എന്നെക്കാൾ സജീവമായിട്ട് വാർഡിൽ പ്രവർത്തിക്കുന്നുണ്ട്. മേയർ സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട പേരുകളിൽ ഒന്നുകൂടിയായിരുന്നല്ലോ ശ്രീലേഖ. അപ്പോൾ അതിനുശേഷം ഒഴിവാക്കപ്പെടുകയായിരുന്നു. VV രാജേഷ് ആ സ്ഥാനത്തേക്ക് വരികയായിരുന്നു. VV രാജേഷിനെ ആ സ്ഥാനത്തേക്ക് എത്തിച്ചതിൽ ആരുടെ പിന്തുണയാണ് ഏറ്റവും ശക്തമായത്? പാർട്ടി സംസ്ഥാന അധ്യക്ഷനാണ് ഈ ചുമതല ഏറ്റെടുക്കണമെന്ന് പറഞ്ഞത്. RSSന്റെ പിന്തുണ? സംസ്ഥാന അധ്യക്ഷനാണ് എന്നോട് ചുമതല ഏറ്റെടുക്കണമെന്ന് പറഞ്ഞത്. RSSന്റെ പിന്തുണ? ഞാൻ പറഞ്ഞത് സംസ്ഥാന അധ്യക്ഷനാണ് എന്നോട് ചുമതല ഏറ്റെടുക്കണമെന്ന് പറഞ്ഞത്. അദ്ദേഹം മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പറഞ്ഞു. അപ്പോ ശ്രീലേഖ മേയറാകണമെന്നത് ആഗ്രഹിച്ചിരുന്നത്, അല്ലെങ്കിൽ ശ്രീലേഖയെ മേയറാക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നത് സംസ്ഥാന അധ്യക്ഷൻ ആണ് എന്ന തരത്തിലാണ് പുറത്തു വന്ന വിവരങ്ങൾ. അപ്പോൾ ആവർത്തിച്ച് സംസ്ഥാന അധ്യക്ഷനാണ് തന്നോട് ഈ ചുമതല ഏറ്റെടുക്കാൻ പറഞ്ഞത് എന്നതാണ് VV രാജേഷ് പറയുന്നത്. അത് നേതൃത്വത്തിന്റെ തീരുമാനമാണ് നടപ്പിലായത് എന്ന സന്ദേശമാണ് VV രാജേഷ് നൽകാൻ ശ്രമിച്ചത്. പക്ഷേ അതിനുമപ്പുറം വലിയ അതൃപ്തി ഉണ്ട് എന്നതാണ് ശ്രീലേഖയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ശ്രീലേഖ തന്നെ മേയറാകണം എന്ന തീരുമാനത്തിലായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ. പക്ഷേ കേന്ദ്ര നേതൃത്വത്തിന്റെയും RSSന്റെയും ഒക്കെ സമ്മർദ്ദത്തിന് അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വന്നതാണ്. ആ സാഹചര്യമാണ് ഇപ്പോൾ ശ്രീലേഖയുടെ ഈ തുറന്നു പറച്ചിലൂടെ കൂടുതൽ പുറത്തേക്ക് വരുന്നത്. എന്നാൽ ഈ രീതിയിൽ വലിയ വിവാദമായി ഈ തുറന്നു പറച്ചിൽ മാറുമ്പോൾ അതിന് പിന്നാലെ മാധ്യമങ്ങളെ കാണുമ്പോൾ ശ്രീലേഖ അല്പം മയപ്പെടുന്നുണ്ട്. തനിക്ക് അതൃപ്തി ഇല്ല എന്ന് പറയുകയാണ് ശ്രീലേഖ ചെയ്തത്. തനിക്ക് ഒരു അതൃപ്തിയും ഇല്ല, ഇപ്പോഴുമില്ല എന്ന് ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കുകയാണ് ശ്രീലേഖ ഏറ്റവും ഒടുവിൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും മഹത്തായ ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിൽ അഭിമാനം മാത്രം എന്ന് കുറിച്ചിരിക്കുകയാണ്. തനിക്ക് വേറെ ഒരു സ്ഥാനമാനങ്ങളും വേണ്ട എന്ന തരത്തിലാണ് അവർ ഏറ്റവും ഒടുവിൽ ആ അഭിപ്രായം പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ തന്നെ ഒരു സ്ഥാനം നൽകി മോഹിപ്പിച്ച് മത്സരിപ്പിക്കാൻ ഇറക്കി അതിൽ നിന്ന് പിന്നീട് ഒഴിവാക്കുന്ന എന്ന കൃത്യമായ സന്ദേശമാണ് ശ്രീലേഖ നൽകിയിരിക്കുന്നത്. അത് നേതൃത്വത്തെ വെട്ടിലാക്കുന്നതാണ്. VV രാജേഷ് ഇതിനെക്കുറിച്ച് തനിക്ക് ഒന്നും മനസ്സിലായില്ല, എനിക്ക് സമയം കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ കാണാൻ കഴിഞ്ഞില്ല എന്നൊരു പ്രതികരണമാണ് ഈ തുറന്നു പറച്ചിൽ, ശ്രീലേഖയുടെ തുറന്നു പറച്ചിൽ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ പിന്നീട് നടത്തിയത്. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഓൺലൈനിൽ ചില വാർത്തകൾ വന്നു പറഞ്ഞതിലപ്പുറം അത് എൻ്റെയോ പഠിപ്പിട്ടിമാരോട് ഞാൻ ചോദിച്ചു, അവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ മുതൽ ഫീൽഡിലായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ മുൻ വാർഡ് പൂജപ്പുര വാർഡിലായിരുന്നു. അപ്പോൾ അക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടില്ല. അങ്ങനെയുള്ള കാര്യത്തിൽ ഞാനൊക്കെ എങ്ങനെയാണ് അഭിപ്രായം പറയുന്നത്? എന്തായാലും നേതൃത്വത്തിന് ഇനി ഇങ്ങനെ ഒഴിഞ്ഞു പോകാൻ പറ്റാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. അവർ നിലപാട് അല്പം മയപ്പെടുത്തിയെങ്കിൽ പോലും ശ്രീലേഖ പറഞ്ഞതൊക്കെ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. BJPയിൽ വരുന്നവർക്ക് പരിഗണന കിട്ടുന്നില്ല എന്നത് വലിയ പരാതിയായി നേരത്തെയും ഉയർന്നു കേട്ടിരുന്നതാണ്. വലിയ ആഘോഷമായി BJPയിൽ എത്തുന്നവർക്ക് പാർട്ടിയിൽ വലിയ പരിഗണന ലഭിക്കുന്നില്ല, സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നില്ല എന്ന ആരോപണമാണ് ഉയർന്നിട്ടുള്ളത്. അത് സത്യമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയുന്നു ശ്രീലേഖയുടെ അനുഭവത്തിലൂടെ എന്ന് വേണം മനസ്സിലാക്കാൻ. DGPമാരായ TP സെൻകുമാർ, ജേക്കബ് തോമസ് എന്നിവർക്ക് പിറകെയാണ് കേരള കേഡറിലെ ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥയായ ശ്രീലേഖ BJPയിൽ എത്തിയത്. കൗൺസിലറായിരിക്കാനല്ല, BJPയുടെ സംസ്ഥാനത്തെ ആദ്യ മേയറാകാനാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്നതാണ് ശ്രീലേഖ ഇപ്പോൾ തുറന്നു പറയുന്നത്. അപ്പോൾ ഉയരുന്ന ചോദ്യം, ശ്രീലേഖയെ എങ്ങനെ അനുനയിപ്പിക്കും നേതൃത്വം ഇനി എന്നതാണ്. പുതിയ സ്ഥാനം നൽകുമോ? മത്സരിക്കാൻ ഇല്ല എന്ന തീരുമാനം
അത് ചർച്ചയിലൂടെ പരിഹരിക്കാനും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു സീറ്റിൽ മത്സരിപ്പിക്കാനും BJP നേതൃത്വത്തിന് കഴിയുമോ? ശ്രീലേഖ ഈ അതൃപ്തി തുറന്നു പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണ്? ഈ സത്യപ്രതിജ്ഞ ഉൾപ്പെടെ കഴിഞ്ഞ് ഇത്രയും ദിവസത്തിന് ശേഷം ഇത് തുറന്നു പറയുമ്പോൾ എന്തെങ്കിലും തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണോ ശ്രീലേഖ അത് പറയുന്നത്? ശ്രീലേഖ BJP വിടുമോ എന്ന ഒരു ചോദ്യം കൂടി അവിടെ ഉയരുകയാണ്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ശ്രീലേഖയ്ക്കായി വാദിച്ചു എന്നതാണ് മനസ്സിലാക്കിയത്. BJPയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇനി രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാകുമോ ശ്രീലേഖയുടെ ഈ തുറന്നു പറച്ചിൽ നയിക്കുക? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയരുകയാണ്. ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പിലേക്ക് BJP ഒരുങ്ങുന്ന ഘട്ടത്തിലാണ്. അതിന്റെ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിലാണ് ശ്രീലേഖ ഇങ്ങനെ ഒരു അതൃപ്തി പ്രകടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി വരാനിരിക്കുന്നു, അമിത്ഷാ 11-ന് എത്താനിരിക്കുന്നു. ആ ഘട്ടത്തിലാണ് BJP വലിയ ആഘോഷമാക്കിയ മേയർ തെരഞ്ഞെടുപ്പിലെ വിജയം അവിടെ വലിയ കല്ലുകടിയായി ശ്രീലേഖയുടെ തുറന്നു പറച്ചിലുകൾ എത്തുന്നത്. മറ്റൊന്ന്, ദേശീയ തലത്തിൽ 2014-ന് ശേഷം BJPയിൽ ചേർന്ന പല പ്രമുഖ നേതാക്കളും നമുക്കറിയാം, ഒന്നുകിൽ ED അന്വേഷണമോ അഴിമതി കേസുകളിൽ പെട്ടവരോ ഒക്കെ ആണെങ്കിൽ അവർക്കത് ഒഴിവായി കിട്ടും എന്ന വലിയ സാധ്യത BJP നൽകുന്നു എന്നത് വലിയ വിമർശനമായി തന്നെ ഉയർന്നിട്ടുണ്ട് ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വാഷിംഗ് മെഷീൻ ക്യാമ്പയിൻ അതിന്റെ ഭാഗമായിരുന്നു. അജിത് പവാർ, ഹിമന്ത ബിശ്വ ശർമ്മ, സുവേന്ദു അധികാരി തുടങ്ങി 20-ലധികം നേതാക്കളുടെ ലിസ്റ്റ് നമുക്ക് മുന്നിൽ തന്നെ അങ്ങനെ ഉണ്ട്. ഇങ്ങനെ വെളുപ്പിച്ചെടുക്കാനല്ലാത്തവർക്ക് BJPക്കൊപ്പം നിന്നാൽ എന്ത് ഭാവി എന്ന ചോദ്യവും പൊതുമണ്ഡലത്തിലുണ്ട്. അവിടെയാണ് ശ്രീലേഖയുടെ ഈ അതൃപ്തി ഇനി ചർച്ചയാകാൻ പോകുന്നത്. കേരളത്തിൽ സർപ്രൈസ് സ്ഥാനാർത്ഥികളെ തേടുകയാണ് BJP. കൂടുതൽ പ്രമുഖ നേതാക്കളെ തങ്ങൾക്കൊപ്പം കൊണ്ടുവരാൻ ഒക്കെ BJP പദ്ധതിയിടുന്നുണ്ട്. ആ പദ്ധതിക്കൊക്കെ തിരിച്ചടിയായി ശ്രീലേഖയുടെ തുറന്നു പറച്ചിൽ മാറുമോ എന്നതുകൂടിയാണ് കാണേണ്ടത്. എന്തായാലും അതിനുള്ള ഒരു ചർച്ച തുടക്കം ഒക്കെ ഇട്ടിരിക്കുകയാണ് ശ്രീലേഖയുടെ ഈ തുറന്നു പറച്ചിൽ. ഒരേ ഒരു ലക്ഷ്യവുമായാണ് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും വയനാട്ടിൽ ഒത്തുകൂടിയത്. ഇപ്പോൾ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരികയാണ്. 3 മാസത്തിനിപ്പുറം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 85 സീറ്റ് ഉറപ്പെന്ന കണക്കെടുപ്പാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. മലപ്പുറത്തും മധ്യ കേരളത്തിലും വൻ നേട്ടം മുന്നണി ഉണ്ടാക്കും എന്നതാണ് അവരുടെ കണക്കുകൂട്ടൽ. വിജയസാധ്യത മണ്ഡലങ്ങളുടെ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ സുനിൽ കനഗുളു കോൺഗ്രസ് ക്യാമ്പിൽ അവതരിപ്പിച്ചു. UDF അടിത്തറ ശക്തമാണ്, രാഷ്ട്രീയ സാഹചര്യം തങ്ങൾക്ക് അനുകൂലമാണ് എന്നതാണ് അവരുടെ വിലയിരുത്തൽ. അതേസമയം തദ്ദേശ ഫലം അതേപടി പ്രതിഫലിക്കില്ലെന്നും ജാഗരൂകമാകണം പ്രവർത്തകർ എന്നതുമാണ് നേതൃത്വം നൽകുന്ന മുന്നറിയിപ്പ്. അപ്പോൾ സംസ്ഥാനത്തെ 85 മണ്ഡലങ്ങളിലാണ് വിജയം ഉറപ്പിക്കുന്നത് UDF. കോൺഗ്രസിന്റെ ലക്ഷ്യ ക്യാമ്പാണ് ഈ ഒരു വിലയിരുത്തലിലേക്ക് എത്തുന്നത്. ഈ 85 എന്ന സംഖ്യ 100 സീറ്റുകളാക്കി അതൊരു തിളക്കമാർന്ന വിജയമാക്കി മാറ്റാനുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ പാർട്ടി അവിടെ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ഉറപ്പിക്കുന്ന സീറ്റുകൾ ജില്ല തിരിച്ച് നമുക്കൊന്ന് നോക്കിയാൽ കാസർഗോഡ് 3, കണ്ണൂരിൽ 4, കോഴിക്കോട് 8, വയനാട് 3, മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ സീറ്റ് നേടാൻ കഴിയുന്ന മുന്നണിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായി മലപ്പുറം മാറുന്നു. 16 സീറ്റ് അവിടെ നിന്ന് നേടാൻ പറ്റും എന്നതാണ് അവരുടെ ഒരു കണക്കുകൂട്ടൽ. പാലക്കാട് 5, തൃശൂർ 6, എറണാകുളം 12, ഇടുക്കി 4, കോട്ടയം 5, ആലപ്പുഴ 4, പത്തനംതിട്ട 5, കൊല്ലം 6, തിരുവനന്തപുരം 4 എന്നിങ്ങനെയാണ് ആ ഒരു കണക്കുകൂട്ടൽ പുറത്തേക്ക് വരുന്നത്. മധ്യ കേരളമാണ് ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായി കോൺഗ്രസ് കാണുന്നത്. ഏറ്റവും കൂടുതൽ സീറ്റ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് എറണാകുളത്ത് നിന്നാണ്. 20 വർഷമായി കോൺഗ്രസിന് MLA ഇല്ലാത്ത കോഴിക്കോട്ട് പോലും ഇക്കുറി 8 സീറ്റുകൾ UDFന് ഉറപ്പാണ് എന്നതാണ് കോൺഗ്രസിന്റെ ഒരു കണക്കുകൂട്ടൽ. അത്രമാത്രം ആത്മവിശ്വാസവും അത്രമാത്രം അനുകൂലമായ ഒരു സാഹചര്യവും ഉണ്ട് എന്നതാണ് അവരുടെ പ്രതീക്ഷ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആവർത്തനം എന്ന പോലെ മലപ്പുറം തൂത്തുവാരുമെന്നും മലബാറിലും മധ്യ കേരളത്തിലും അപ്രതീക്ഷിത മുന്നേറ്റങ്ങൾ ഉണ്ടാക്കും എന്നുമാണ് പാർട്ടിയുടെ ലക്ഷ്യ ക്യാമ്പ് വിലയിരുത്തുന്നത്. 85 എന്നത് 100 ആക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസിന് മുന്നിലുള്ളത്. 100 സീറ്റിലേക്ക് വിജയം എത്തിക്കാൻ പരിശ്രമിക്കണമെന്നതാണ് ക്യാമ്പിൽ ആഹ്വാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനായി തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനഗൊലുവിന്റെ സാന്നിധ്യവും ഈ ക്യാമ്പിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. 140 മണ്ഡലങ്ങളിൽ വിജയസാധ്യതയുള്ള UDF സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച സർവേ കനഗൊലുവിന്റെ സംഘം ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. ഇത് മുൻനിർത്തിയുള്ള ചർച്ചകളും നീക്കങ്ങളുമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകളിൽ വിജയിച്ച് UDF അധികാരത്തിലേറുമെന്ന
ഉറപ്പ് ക്യാമ്പിൽ ഉണ്ടാകുമ്പോൾ അത് തുറന്നു പറയുക കൂടിയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ചെയ്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ചില വിസ്മയങ്ങൾ ഉണ്ടാകും എന്നതിന്റെ സൂചനകൾ പ്രതിപക്ഷ നേതാവ് നൽകുന്നുണ്ട്. കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തർക്കിക്കുന്നു എന്ന പ്രചരണം അത് CPM-ന്റെ ഒരു തന്ത്രമാണ് എന്നതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. കോൺഗ്രസിന് ഒരു ഗാലക്സി ഓഫ് ലീഡർഷിപ്പ് ആണ് ഉള്ളത്. കോൺഗ്രസ് ദേശീയ നേതൃത്വം കൃത്യമായ നടപടിക്രമങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പാലിക്കും എന്ന ഒരു ആത്മവിശ്വാസം കൂടി വി.ഡി. സതീശൻ പ്രകടിപ്പിക്കുകയാണ്. ഒരാൾ പോലും പിണങ്ങുന്ന ഒരു സാഹചര്യം കോൺഗ്രസിൽ ഉണ്ടാകില്ല എന്നതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഞങ്ങൾ ഒരു ടീമായി ഒറ്റ കുടുംബമായി നിൽക്കും. അങ്ങനെ ഒരു ഐക്യത്തിന്റെ സന്ദേശം നൽകുക കൂടിയാണ് ഈ ക്യാമ്പിലൂടെ കോൺഗ്രസ് ലക്ഷ്യമിട്ടുന്നത്. അതിന് ഏറെക്കുറെ അവർക്ക് സാധിച്ചിരിക്കുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. നിശ്ചയദാർഢ്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ആത്മവിശ്വാസമാണ് ഉള്ളത് എന്നതാണ് വി.ഡി. സതീശൻ പറയുന്നത്. 100-ലധികം സീറ്റുകളോടെ അധികാരത്തിൽ എത്തുമെന്ന ആത്മവിശ്വാസം പ്രതിപക്ഷ നേതാവ് അങ്ങനെ പ്രകടിപ്പിക്കുകയാണ്. 85 എന്ന കണക്ക് 100 എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. അത് സാധ്യമാകും എന്നതാണ് അവരുടെ വിശ്വാസം. വിസ്മയങ്ങൾ എന്നതുകൊണ്ട് വി.ഡി. സതീശൻ നൽകുന്ന ഒരു സന്ദേശം എന്നത് ഇടതുപക്ഷത്തെയും BJP-യിലെയും ചില പ്രധാനപ്പെട്ട നേതാക്കളെ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് UDF-നൊപ്പം ചേർക്കും എന്ന സൂചന കൂടിയാണ്. അങ്ങനെ ചില വിസ്മയങ്ങൾ കൂടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടക്കാനിരിക്കുന്നു എന്ന സൂചന കൂടി പ്രതിപക്ഷ നേതാവ് നൽകുന്നു. അതോടൊപ്പം തന്നെ ആ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ സ്വർണ്ണക്കൊള്ള വിഷയം കൂടുതൽ ശക്തമായി ഉയർത്താനുള്ള തീരുമാനം കോൺഗ്രസ് എടുക്കുകയാണ്. 23-ന് നിയമസഭാ മാർച്ച് നടത്താനുള്ള ഒരു തീരുമാനമുണ്ട്. ഫെബ്രുവരിയിൽ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന UDF കേരള യാത്ര സംഘടിപ്പിക്കാൻ ഉള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. അങ്ങനെ നിർണായകമായ തീരുമാനങ്ങളാണ് ഈ ക്യാമ്പിൽ ഉണ്ടായിട്ടുള്ളത്. ക്യാമ്പിൽ അവതരിപ്പിച്ച മാർഗരേഖയിൽ ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നുമുണ്ട്. അപ്പോൾ മറ്റൊരു സന്തോഷം കൂടി കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് സന്തോഷമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പുറമേക്ക് നോക്കുമ്പോൾ ഒരു കൂട്ടായ്മയുടെ വലിയൊരു സന്ദേശം കൊടുക്കാൻ കഴിയുന്നു. തരൂരും കോൺഗ്രസ് നേതൃത്വത്തിനൊപ്പം കൈകൊടുത്തു നിൽക്കുന്നു എന്നതിന്റെ ദൃശ്യങ്ങളാണ് വയനാട്ടിൽ നിന്ന് ഇന്ന് പുറത്തു വന്നത്. അകന്നു നിന്ന ശശി തരൂരിനെയും പാർട്ടി ലൈനിലെത്തിച്ച് നിയമസഭ പിടിക്കാനുള്ള ഒരു തന്ത്രം കോൺഗ്രസ് ആവിഷ്കരിക്കുന്നു. ബത്തേരിയിൽ നടന്ന ക്യാമ്പിൽ ഏറെ നാളായി നമുക്കറിയാം പല വിവാദങ്ങൾ തരൂരുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. മോദി അനുകൂല നിലപാടുകൾ പലതവണ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. അങ്ങനെ മോദി അനുകൂല നിലപാടെടുത്ത ശശി തരൂരും കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ മഞ്ഞുരുകലിന്റെ കാഴ്ചകൾ കൂടി വയനാട് സമ്മാനിച്ചിരിക്കുന്നു. കോൺഗ്രസ് ക്യാമ്പിൽ സജീവമായി തന്നെ തരൂരുണ്ടായിരുന്നു. നേതാക്കളുമൊത്ത് തരൂര് ഫോട്ടോ സെഷനൊക്കെ നടത്തുന്നതും അതിന്റെ ദൃശ്യങ്ങളുമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അടിസ്ഥാനപരമായി പാർട്ടിയും താനും പറയുന്നത് ഒന്നാണ് എന്നതാണ് തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞത്. 17 വർഷം പ്രവർത്തിച്ച ശേഷം ഒരു തെറ്റിദ്ധാരണയുടെ ആവശ്യം അക്കാര്യത്തിൽ ഇല്ല എന്നുകൂടി ശശി തരൂർ പറയുന്നതും എഴുതുന്നതും നിരീക്ഷിക്കുകയാണെങ്കിൽ തെറ്റിദ്ധാരണ മാറും എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് തരൂർ കൂട്ടിച്ചേർക്കുന്നത്. തനിക്ക് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നതാണ് അദ്ദേഹം ഇതിലൂടെ പറയാൻ ശ്രമിച്ചത്. 2-3 MP-മാർക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന കാര്യം അത് വലിയ വാർത്തകളായി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കൂടുതൽ MP-മാർ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നു എന്നത്. താൻ അഭിപ്രായമൊന്നും അക്കാര്യത്തിൽ പറഞ്ഞിട്ടില്ല എന്നതാണ് ശശി തരൂർ പറയുന്നത്. പാർട്ടി തീരുമാനിക്കട്ടെ തന്റെ കാര്യം എന്ന് പറയുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി പങ്കെടുക്കുമെന്നും തരൂർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് തരൂർ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നതുകൂടി നമ്മൾ കാണണം. ശശി തരൂരിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു എന്നത് നേരത്തെ തന്നെ വ്യക്തമായതാണ്. അദ്ദേഹം തന്റേതായ നിലയിൽ അത്തരം ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് അദ്ദേഹം തള്ളിക്കളയുന്നില്ല. പാർട്ടി തീരുമാനിക്കട്ടെ എന്നതാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു നിർണായക ഘട്ടത്തിൽ പാർട്ടിക്കൊപ്പം നിൽക്കുന്നു എന്ന സന്ദേശം തരൂർ നൽകുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വലിയ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി തരൂർ ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് സംസ്ഥാനത്തും ദേശീയ രാഷ്ട്രീയത്തിലുമൊക്കെ കഴിഞ്ഞ കുറേ നാളായി വലിയ വെല്ലുവിളിയായി നിന്നിട്ടുള്ള ഒരു ഫിഗറാണ് ശശി തരൂർ. കോൺഗ്രസിനെ പല തവണ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ. ആ പ്രശ്നം കൂടി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒഴിയുന്നു എന്നതിന്റെ സൂചനകൾ കൂടിയാണ് ലക്ഷ്യ ക്യാമ്പ് നൽകുന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ് ഇപ്പോൾ അവരെ സംബന്ധിച്ച് ഉള്ളത്. അവർക്ക് അനുകൂലമായ വലിയൊരു സാഹചര്യം സംസ്ഥാനത്ത് ഉടലെടുത്തിട്ടുണ്ട് എന്നതിന്റെ സൂചനകളാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഫലം നൽകിയത്. എന്തായാലും ആ സാഹചര്യം പ്രയോജനപ്പെടുത്താനുള്ള ഒരു ആത്മാർത്ഥമായ ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതിന്റെ സൂചനയാണ്. ഇതുപോലെയുള്ള മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടത്തി സജീവമാകാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. അപ്പോൾ അതിൽ ഒരു പടി മുന്നിട്ട് നിൽക്കുന്നു. അതിൽ അവർ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
വെനസ്വേലയിൽ വലിയ രീതിയിലുള്ള അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു മലക്കം മറിച്ചിൽ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നതാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ട്രംപിന്റെ നിരന്തരമായ ഭീഷണികൾക്ക് പിന്നാലെയാണ് ഡെൽസി റോഡ്രിഗസിന്റെ ഒരു നിലപാട് മാറ്റം ശ്രദ്ധേയമാകുന്നത്. അമേരിക്കയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്നതാണ് ഡെൽസി അറിയിച്ചിരിക്കുന്നത്. അമേരിക്കയെ ധിക്കരിച്ചാൽ, ശരിയായത് ചെയ്തില്ല എങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്ന ഒരു ഭീഷണി കൂടി ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും ഒടുവിൽ ഉണ്ടായി. നമുക്കറിയാം, വെനസ്വേലയിൽ വലിയ രീതിയിലുള്ള കടന്നുകയറ്റമാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത്. ലോക രാഷ്ട്രങ്ങൾ ഒന്നടങ്കം അതിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമാണ്. ആ ഘട്ടത്തിലും ട്രംപിന്റെ ഭീഷണികൾ അവസാനിക്കുന്നില്ല എന്നുകൂടി നമ്മൾ കാണണം. വെനസ്വേലയെ കോളനിയാക്കാൻ അനുവദിക്കില്ലെന്നും നിക്കോളാസ് മദുറോയുടെ നയങ്ങളിൽ രാജ്യം ഉറച്ചു നിൽക്കുമെന്നും കഴിഞ്ഞ ദിവസം ഡെൽസി റോഡ്രിഗസ് പറഞ്ഞിരുന്നു. എന്നാൽ ട്രംപിന്റെ നിരന്തരമായ ഭീഷണികൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഡെൽസി റോഡ്രിഗസ് നിലപാട് മാറ്റുന്നതായി നമ്മൾ കാണുന്നത്. അമേരിക്കയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്നതാണ് ഡെൽസി അറിയിച്ചിരിക്കുന്നത്. US സൈന്യം കാരക്കാസിനെ ആക്രമിച്ച് മദുറോയെയും ഭാര്യ സിലിയ ഫ്ലോറൻസിനെയും പിടികൂടി മണിക്കൂറുകൾക്ക് പിന്നാലെ തന്നെ റോഡ്രിഗസ് വാഷിംഗ്ടണുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള സന്നദ്ധത സൂചിപ്പിച്ചിരുന്നു എന്ന് ട്രംപ് തന്നെ പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ട്രംപാണ് പറയുന്നത്. നമുക്കറിയാം, പലതരത്തിലുള്ള കള്ളങ്ങൾ ആവർത്തിച്ച് പറയാൻ മടിയില്ലാത്ത ആളാണ് ട്രംപ്. എന്തായാലും ട്രംപ് ആ ഘട്ടത്തിൽ തന്നെ റോഡ്രിഗസ് ഇത്തരം ഒരു നിലപാട് അറിയിച്ചു എന്ന് പറയുന്നു. ഇപ്പോൾ റോഡ്രിഗസിൻ്റെതായിട്ടുള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ അത്തരം സൂചനകളുണ്ട്. എന്നാൽ ട്രംപിന്റെ ഭീഷണി നിലയ്ക്കുന്നില്ല എന്നതുകൂടി നമ്മൾ കാണണം. ഞായറാഴ്ച മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ട്രംപ് ഒരു പുതിയ ഭീഷണി ഉയർത്തിയത്. അതായത്, വെനസ്വേലയിൽ നൊബേൽ സമ്മാന ജേതാവ് മരിയയെ ഒഴിവാക്കിക്കൊണ്ടാണ് റോഡ്രിഗസിനെ തന്നെ അധികാരത്തിലേക്ക് എത്തിക്കാൻ ട്രംപ് തീരുമാനിച്ചത്. അതിനോട് സഹകരിക്കാമെന്ന് റോഡ്രിഗസ് അറിയിക്കുകയും ചെയ്തു. എന്നാൽ അവിടെയും വീണ്ടും ട്രംപ് ഭീഷണി ഉയർത്തുകയാണ്. അമേരിക്കയെ ധിക്കരിക്കുകയാണെങ്കിൽ, അതായത് ശരിയായത് ചെയ്തില്ല എങ്കിൽ വലിയ വില നൽകേണ്ടി വരും എന്നൊരു ഭീഷണിയാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത്. അത് ഒരു പക്ഷേ മദുറോയേക്കാൾ വലുതായിരിക്കും എന്ന ഒരു ഭീഷണി കൂടിയുണ്ട്. അതായത് ഇതിലും വലിയ ഭീഷണി നിങ്ങൾക്ക് നേരിടേണ്ടി വരും എന്നതാണ് ട്രംപ് സൂചിപ്പിക്കുന്നത്. വെനസ്വേലയിൽ അമേരിക്കയ്ക്ക് പൂർണ്ണ പ്രവേശനം നൽകണം എന്നതാണ് ട്രംപിന്റെ ആവശ്യം. റോഡ്രിഗസ് ഇതിന് തയ്യാറായാൽ രാജ്യത്തെ പുനർനിർമ്മിക്കുന്നതിന് വേണ്ട സഹായങ്ങൾ അമേരിക്ക ചെയ്യും എന്നതാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ക്രൂഡ് ഓയിൽ അടക്കമുള്ളവയിൽ അമേരിക്കയ്ക്ക് പരിവർത്തന സ്വാതന്ത്ര്യം നൽകണം എന്നതാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. നമുക്ക് നേരത്തെ തന്നെ അറിയാം എന്താണ് വെനസ്വേലയിലേക്ക് ഈ കടന്നുകയറ്റത്തിന് ട്രംപിനെ പ്രേരിപ്പിച്ച ഘടകം എന്ന് നോക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനം അവിടുത്തെ എണ്ണ സമ്പത്ത് തന്നെയാണ്. ലോകത്തെ എണ്ണ നിക്ഷേപത്തിന്റെ ഏതാണ്ട് 18% വെനസ്വേലയിലാണ്. അത് തന്നെയാണ് ട്രംപിനെ അങ്ങോട്ടേക്ക് ആകർഷിച്ചിരിക്കുന്നത്. ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട നിബന്ധനകളിൽ ഒന്നും അവിടെ എണ്ണ പരിവേഷണത്തിനൊക്കെയുള്ള ആവശ്യമായ സ്വാതന്ത്ര്യം നൽകണം എന്നത് തന്നെയാണ്. അതേസമയം റോഡ്രിഗസ് ആവശ്യപ്പെടുന്നത് ട്രംപിന്റെ പ്രസ്താവനകളെ ഈ തള്ളിക്കളഞ്ഞുകൊണ്ട് റോഡ്രിഗസ് ആവശ്യപ്പെടുന്നത് സ്വാതന്ത്ര്യമാണ്. വെനസ്വേല ഒരിക്കലും ഒരു കോളനി ആകില്ല എന്നത് റോഡ്രിഗസ് പറയുന്നുണ്ട്. രാജ്യത്തിന്റെ സ്വാഭാവിക വിഭവങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നതാണ് ഞങ്ങളുടെ താല്പര്യം എന്നത് റോഡ്രിഗസ് പറയുന്നു. രാജ്യത്തിന്റെ പ്രതിരോധ നേതൃത്വം മദുറോയുടെ നയങ്ങളിൽ പ്രതിജ്ഞാബദ്ധമാണ് എന്ന കാര്യവും റോഡ്രിഗസ് വ്യക്തമാക്കി. എന്തായാലും തങ്ങൾ ആ രീതിയിലുള്ള ഒരു കീഴടങ്ങലിനില്ല എന്ന് റോഡ്രിഗസ് നിലപാടെടുക്കുമ്പോഴാണ് ട്രംപ് കൂടുതൽ ഭീഷണിയുടെ സ്വരങ്ങൾ വെനസ്വേലയ്ക്കെതിരെ വീണ്ടും ഉതിർക്കുന്നത് എന്നതുകൂടി നമ്മൾ കാണണം. നിക്കോളാസ് മദുറോ അമേരിക്കയുടെ തടവിലായതോടെയാണ് രാജ്യത്തിന്റെ ഇടക്കാല ഭരണ ചുമതല വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് ഏറ്റെടുക്കുന്നത്. ട്രംപിനോട് നേരിട്ടൊരു അഭ്യർത്ഥന കൂടി റോഡ്രിഗസ് നടത്തി. അത് ഞങ്ങളുടെ ജനങ്ങളും പ്രദേശങ്ങളും യുദ്ധമല്ല ആഗ്രഹിക്കുന്നത്, ഞങ്ങൾക്ക് വേണ്ടത് സമാധാനമാണ്, സംഭാഷണമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അതാണ് ഞങ്ങൾ അർഹിക്കുന്നത് എന്നതാണ് റോഡ്രിഗസ് പറഞ്ഞത്. ഈ ഡെൽസി റോഡ്രിഗസ് 2018 മുതൽ തന്നെ വെനസ്വേലയുടെ വൈസ് പ്രസിഡന്റാണ്. വലിയ ഉത്തരവാദിത്തങ്ങൾ അവർ ഇതിനോടകം നിറവേറ്റിയിട്ടുണ്ട്. മദുറോയുടെ ഒരു വിശ്വസ്തയാണ്. വെനസ്വേലയുടെ എണ്ണയിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥ നിയന്ത്രിക്കുന്നതിലും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലും അവർ നിർണായക പങ്ക് വഹിച്ചിരുന്നു. ബ്രിട്ടനിലും ഫ്രാൻസിലുമായി നിയമപഠനം പൂർത്തിയാക്കിയ ഡെൽസി റോഡ്രിഗസ് അന്താരാഷ്ട്ര തലത്തിൽ വെനസ്വേലൻ വിപ്ലവത്തിന്റെ മുഖമായി തന്നെ അറിയപ്പെടുന്ന വ്യക്തിയാണ്.
കൊല്ലപ്പെട്ട സോഷ്യലിസ്റ്റ് നേതാവ് ജോർജ് ആന്റോണിയോ റോഡ്രിഗസിന്റെ മകളാണ് ഡെൽസി റോഡ്രിഗസ്. മദുറോയുടെ അടുത്ത വൃത്തങ്ങളിൽ പലർക്കും അമേരിക്കയുടെ ക്രിമിനൽ കേസുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഡെൽസിക്കെതിരെ അത്തരം നടപടികൾ ഉണ്ടായിട്ടില്ല. അമേരിക്കയിലെ എണ്ണ വ്യവസായ രംഗത്തുള്ള പ്രമുഖരുമായും ചില റിപ്പബ്ലിക്കൻ നേതാക്കളുമായും ഇവർക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മീഡിയേറ്ററായി നിന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന ഒരു വിശ്വാസമാണ് ഉള്ളത്. പക്ഷേ അമേരിക്ക കൂടുതൽ സ്വാതന്ത്ര്യം അവിടെ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള സമ്മർദ്ദം തുടരുകയാണ് ട്രംപ്. അമേരിക്കൻ സൈന്യം അട്ടിമറിയിലൂടെ പിടികൂടിയ ഈ നിക്കോളാസ് മദുറോയെയും ഭാര്യ സിലിയ ഫ്ലോറൻസിനെയും ഇന്ന് ന്യൂയോർക്കിലെ മാൻഹാട്ടൻ ഫെഡറൽ കോടതിയിൽ ഹാജരാക്കാനിരിക്കുകയാണ്. ലഹരി മരുന്നും ആയുധങ്ങളും അമേരിക്കയിലേക്ക് കടത്തിയെന്ന കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. വിചാരണ തുടങ്ങാൻ ഇരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അമേരിക്കയുടെ നടപടിക്കെതിരെ ലോകവ്യാപകമായി തന്നെ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ഇതിനോടകം. വെനസ്വേലയിൽ അമേരിക്ക നടത്തിയത് അപകടകരമായ കീഴ്വഴക്കമാണ് എന്നതാണ് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെ കുറ്റപ്പെടുത്തിയിരുന്നത്. ഇന്ന് UN രക്ഷാസമിതി ഈ വിഷയം ചർച്ച ചെയ്യും എന്ന വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. എന്തായാലും ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിനു മേൽ നടത്തിയ വലിയ കടന്നുകയറ്റമാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത് ട്രംപിന്റെ നേതൃത്വത്തിൽ. അതിനെ പിന്നെയും ന്യായീകരിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഭീഷണി മുഴക്കുന്ന ഒരു സമീപനം ഉണ്ടാകുന്നു. ട്രംപും അനുയായികളും അത് തുടർന്നു വരികയാണ്. വെനസ്വേലയ്ക്കെതിരെ മാത്രമല്ല, മറിച്ച് മയക്കുമരുന്ന് കടത്ത് സംഘടനകൾക്കെതിരെ, അതിന് കൂട്ടുനിൽക്കുന്നവർക്കെതിരെ ഒക്കെ അമേരിക്ക യുദ്ധത്തിലാണ് എന്നതാണ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് കൂടുതൽ ഇടങ്ങളിലേക്ക് ഇതേ സമാനമായ നടപടി വ്യാപിപ്പിക്കുമെന്നതിന്റെ സൂചനകൾ കൂടിയാണ് നൽകുന്നത് ട്രംപും ട്രംപ് അനുകൂലികളും. ക്യൂബയ്ക്കും കൊളംബിയയ്ക്കും ഒപ്പം തന്നെ മെക്സിക്കോയ്ക്കുമൊക്കെ സമാന ഭീഷണി ട്രംപ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ റഷ്യൻ എണ്ണയെ ചൊല്ലി ഇന്ത്യക്കെതിരെ പോലും ഭീഷണിയുടെ സ്വരമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇനിയും റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരാനാണ് തീരുമാനമെങ്കിൽ കൂടുതൽ ഇറക്കുമതി തീരുവ ചുമത്തും എന്ന മുന്നറിയിപ്പ് ട്രംപ് നൽകുന്നു. അങ്ങനെ ലോകസമാധാനത്തിന് തന്നെ ഒരു ഭീഷണിയായി ട്രംപ് മാറുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇത് എവിടെ ചെന്നെത്തും എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. നമുക്ക് ഒരു ചെറിയ ഇടവേള എടുത്തതിന് ശേഷം മറ്റു വാർത്തകളിലേക്ക് തിരിച്ചെത്താം. അമേരിക്കയുടെ അടുത്ത ലക്ഷ്യം ഇറാനാണോ ഖമനേയിയാണോ എന്ന സംശയം കൂടി ഉയരുന്ന മണിക്കൂറുകളാണ്. വെനസ്വേലയിലെ കടന്നുകയറ്റം നടത്തിയ ട്രംപ് ഒരേ സമയം ഇന്ത്യ ഉൾപ്പെടെ 6 രാഷ്ട്രങ്ങളെ വെല്ലുവിളിച്ച് രംഗത്ത് വരുന്നതാണ് നമ്മൾ കണ്ടത്. അതിൽ ഒരു രാഷ്ട്രം ഇറാനാണ്. ഇറാനിലെ ഭരണവിരുദ്ധ പ്രക്ഷോഭങ്ങൾ US നിരീക്ഷിക്കുകയാണെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. പ്രതിഷേധക്കാരെ വെടിവെച്ച് കൊല്ലാനാണ് ഇറാൻ ഭരണകൂടത്തിന്റെ തീരുമാനമെങ്കിൽ അമേരിക്കയിൽ നിന്ന് കടുത്ത ശിക്ഷ നേരിടേണ്ടി വരും എന്നതായിരുന്നു ട്രംപിന്റെ ഭീഷണി. അമേരിക്ക ഇടപെടും എന്ന സന്ദേശമാണ് ട്രംപ് നൽകിയത്. വെനസ്വേലൻ മോഡൽ ഇറാനിലും സംഭവിക്കുമോ എന്നാണ് ഇപ്പോൾ ലോകം തന്നെ ഉറ്റുനോക്കുന്നത്. വിലക്കയറ്റത്തിനെതിരെയാണ് ഇറാനിൽ പ്രക്ഷോഭം ആരംഭിച്ചത്. അത് ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഏതാണ്ട് 16ഓളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് വരുന്നത്. വിവിധ ഇടങ്ങളിലെ സംഘർഷങ്ങളിലാണ് ഈ മരണം സംഭവിച്ചിട്ടുള്ളത്. പ്രക്ഷോഭം ഇറാനിലെ ഏതാണ്ട് 31 പ്രവിശ്യകളിൽ ഏറെക്കുറെ എല്ലാ പ്രവിശ്യകളിലേക്കും ഇത് വ്യാപിച്ചിട്ടുണ്ട് എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി തന്നെ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രക്ഷോഭകരെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങളിൽ പ്രക്ഷോഭകാരികൾ കൊല്ലപ്പെട്ടതോടെയാണ് പ്രക്ഷോഭത്തിന് ഇറങ്ങിയവരെ ഇറാൻ ഭരണകൂടം ആക്രമിക്കുകയാണെങ്കിൽ തങ്ങൾ ഇടപെടും എന്ന ഭീഷണി ട്രംപ് ഉയർത്തിയത്. ഇതിന് മറുപടിയുമായി എത്തിയ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് തങ്ങൾ വഴങ്ങില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. കലാപകാരികളെ ഒതുക്കി നിർത്താൻ തങ്ങൾക്കറിയാം. ഞങ്ങൾ പ്രതിഷേധിക്കുന്നവരോട് സംസാരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഈ കലാപകാരികളോട് സംസാരിച്ചിട്ട് കാര്യമില്ല, അവരെ അടക്കി നിർത്തുകയാണ് വേണ്ടത്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ദേശീയ ടെലിവിഷൻ ചാനലിൽ പ്രക്ഷേപണം ചെയ്ത പ്രസ്താവനയിൽ ഖമനേയിയുടെ അഭിപ്രായമായി പുറത്തുവന്ന വാക്കുകൾ. എന്തായാലും ശത്രുക്കൾ വാടകയ്ക്കെടുത്ത കുറെ പേർ വ്യാപാരികളുടെയും കടയുടമകളുടെയും പുറകിൽ നിന്ന് ഭരണകൂടത്തിനും ഇസ്ലാമിനും ഇറാനുമെതിരെ മുദ്രാവാക്യം വിളിക്കുകയാണെന്നും ഇത് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറല്ല എന്നതുമാണ് ഖമനേയി നൽകിയ സന്ദേശത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീടാണ് വെനസ്വേലയിൽ അമേരിക്കയുടെ ഈ ആക്രമണം ഉണ്ടാകുന്നത്. മദുറോയെ വിലങ്ങ് വെച്ച്
അമേരിക്കയിലേക്ക് എത്തിക്കുകയും അവിടെ വിചാരണ നേരിടണം എന്ന് കൽപ്പിക്കുകയും ചെയ്ത നടപടിയുണ്ടായത്. ഈ സാഹചര്യത്തിൽ ഇറാനിലും ഇത്തരം ഒരു ആക്രമണം ഉണ്ടാകുമോ എന്ന് ഇറാൻ തന്നെ ഭയപ്പെടുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടിയാണ് പുറത്തുവരുന്നത്. ഈ സാഹചര്യത്തിൽ ഇറാനിൽ നിന്ന് അയത്തുള്ള അലി ഖമനേയി നാട് കടക്കാൻ പദ്ധതിയിടുന്നു എന്നതിന്റെ റിപ്പോർട്ടുകൾ വരുന്നു. ഖമനേയും കുടുംബവും അടക്കം 20 പേരടങ്ങുന്ന സംഘം റഷ്യയിലേക്ക് കടക്കാൻ പദ്ധതിയിടുന്നു എന്നതാണ് ബ്രിട്ടീഷ് മാധ്യമമായ ദി ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. വെനസ്വേലയിൽ നടത്തിയ മാതൃകയിൽ ഉള്ള ഒരു ഓപ്പറേഷൻ ഇറാനിലും അമേരിക്ക ആവർത്തിച്ചേക്കാമെന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു നീക്കം. അതിനിടെ നാട് വിട്ടേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. മുൻ ഇസ്രയേലി ഇന്റലിജൻസ് ഓഫീസർ ബെനി സബ്തി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ അഭിപ്രായം പറയുന്നുണ്ട്. ഖമനേയി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് റഷ്യയിലേക്കാകാം എന്നതാണ് അവർ ഉൾപ്പെടെ വിലയിരുത്തുന്നത്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം നാടുവിട്ട സാഹചര്യം കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരം റിപ്പോർട്ടുകൾ, അതിന്റെ ആധികാരികത സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്നത്. സ്ഥിതിഗതികൾ കൈവിട്ടു പോയാൽ ഖമനേയിയെ കണ്ടുവച്ചിട്ടുള്ള ഒരു പ്ലാൻ ബി ആണ് ഈ നാടുവിടൽ എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. തന്റെ സുരക്ഷാ സേന പ്രതിഷേധക്കാരെ തടയാൻ പരാജയപ്പെട്ടാലോ അവർ എതിർപക്ഷത്ത് ചേർന്നാലോ ഈ പ്ലാൻ ബി നടപ്പിലാക്കാൻ ഉള്ള സാഹചര്യങ്ങളാണ് ഒരുങ്ങുന്നത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരുന്നു. ഖമനേയും കുടുംബവും അടക്കം 20 പേരടങ്ങുന്ന സംഘമായിരിക്കും നാടുവിടുക. ശത്രുക്കൾക്ക് രാജ്യം വിട്ടു നൽകില്ലെന്ന പ്രസ്താവനയ്ക്ക് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരമൊരു നീക്കം കൂടി നടക്കുന്നത്. അത് പ്ലാൻ ബി ആണ് എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സിറിയൻ ഭരണാധികാരി ബഷർ അൽ അസദ് നാടുവിട്ടതിൽ നിന്ന് ആ ഒരു സാഹചര്യമുണ്ട്. അതിന്റെ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ഈ പ്ലാൻ ബി നടക്കുന്നത് എന്നതാണ് ചർച്ചകൾ. ഇപ്പോൾ തന്നെ രക്ഷപ്പെടാനുള്ള മാർഗവും സംവിധാനങ്ങളും കണ്ടുവച്ചിട്ടുണ്ട് എന്നതാണ് അറിയുന്നത്. ഖമനേയിയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് എന്ന റിപ്പോർട്ടുകളുണ്ട്. 86 വയസ്സാണ് ഖമനേയ്ക്കുള്ളത്. അപ്പോൾ ആരോഗ്യസ്ഥിതി മോശമാണ്. ആ സാഹചര്യത്തിൽ അത്തരമൊരു നീക്കം നടക്കുന്നുണ്ട് എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഇസ്രയേലുമായി സംഘർഷമുണ്ടായപ്പോൾ മുതൽ ഖമനേയി അവശനായിരുന്നു എന്ന തരത്തിലൊക്കെയുള്ള വാർത്തകളുണ്ട്. എന്തായാലും അമേരിക്കയുടെ ഭീഷണി അത് ഇറാനിലേക്ക് കൂടി നീളുകയാണ്. നേരത്തെ തന്നെ ഒരു രാഷ്ട്രത്തിന്റെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടരുത് എന്ന സന്ദേശം ഇറാൻ നൽകിയിരുന്നതാണ്. ട്രംപിന്റെ ഈ വിഷയത്തിൽ ഇടപെടും എന്നുള്ള പ്രസ്താവനയ്ക്ക് ശക്തമായ രീതിയിൽ ഇറാൻ മറുപടി നൽകിയിട്ടുണ്ട്. പക്ഷേ ഒരു ആക്രമണം വെനസ്വേലയിൽ സംഭവിച്ചതിന് സമാനമായ ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നത് ഇറാൻ ഭയപ്പെടുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇത്തരം നീക്കങ്ങൾ പ്ലാൻ ബി ഉൾപ്പെടെ നടത്തുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. തമിഴ്നാട്ടിൽ DMK തുടർ ഭരണം പ്രവചിച്ച് സർവേ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ലോയോള കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പൊളിറ്റിക്കൽ ഡെമോക്രാറ്റിക് സ്ട്രാറ്റജീസ് നടത്തിയ സർവേ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. തുടർ ഭരണം പ്രവചിക്കുന്നത് ആശ്വാസം ആണ് എങ്കിൽ പോലും ഭാവിയിലെ വലിയ ഭീഷണിയായി വിജയ് കുതിച്ചുയരുമെന്ന സർവേയിലെ കണ്ടെത്തലുകൾ DMKയെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നതാണ്. അപ്പോൾ എന്താണ് ഈ സർവേയിലെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. DMK തന്നെ വീണ്ടും അധികാരത്തിൽ വരും എന്നതാണ് സർവേയിൽ പറയുന്നത്. MK സ്റ്റാലിൻ മുഖ്യമന്ത്രിയാകും എന്ന് സൂചിപ്പിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തെത്താൻ അർഹതയുള്ള രണ്ടാമത്തെ നേതാവായി വിജയ് ഉയർന്നു വരുന്നു എന്നതാണ് ഈ സർവേയുടെ ഏറ്റവും വലിയ സവിശേഷത. TVK നേതാവും നടനുമായ വിജയ് തെരഞ്ഞെടുപ്പിൽ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. IPDS തന്നെ നടത്തിയ മറ്റൊരു സർവേ ഉണ്ടായിരുന്നു, ആദ്യ സർവേ. അതിൽ രണ്ടാം സ്ഥാനത്ത് പ്രതിപക്ഷ നേതാവും അണ്ണാ DMK ജനറൽ സെക്രട്ടറിയുമായ എടപ്പാടി പളനിസാമി എത്തും എന്നതായിരുന്നു കണ്ടെത്തിയിരുന്നത്. എന്നാൽ പുതിയ സർവേയിലെത്തുമ്പോൾ എടപ്പാടി 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു. DMK MP കനിമൊഴി 4-ാം സ്ഥാനത്തും ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ 5-ാം സ്ഥാനത്തും എത്തിയിരിക്കുന്നു എന്നതാണ് സാഹചര്യം. TVK തമിഴകം വാഴുമോ എന്നതാണ് ഈ സർവേയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അത്തരം റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. TVKയുടെ വരവോടെ രാഷ്ട്രീയ രംഗത്ത് പ്രകടമായ മാറ്റമുണ്ടായി എന്നതാണ് ഈ IPDS സർവേയിൽ പറയുന്നത്. പുതിയ വോട്ടർമാരെ ആകർഷിക്കുന്ന യുവ നേതാക്കളുടെ വിഭാഗത്തിൽ വിജയിയാണ് ഒന്നാമത്. ആദ്യ സർവേയിലും വിജയ് തന്നെയായിരുന്നു ഈ വിഭാഗത്തിൽ
ഒന്നാമതെത്തിയത്. BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലെ 2ാം സ്ഥാനത്തും ഉദയനിധി സ്റ്റാലിൻ ഈ വിഭാഗത്തിൽ 3ാം സ്ഥാനത്തും ആണ്. NDK നേതാവ് സീമാൻ 4ാം സ്ഥാനത്തുമാണ്. TVKയുടെ വരവ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് DMK ആണ് എന്ന് ഈ സർവേയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെടുന്നുണ്ട്. വടുതലെ ചിരുതൈ നഗർ കക്ഷി, അണ്ണാ DMK എന്നീ പാർട്ടികളെയും വിജയുടെ വരവ് ബാധിക്കും എന്നതാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത്. ഈ സർവേ ഫലത്തിന്റെ ആധികാരിക സംബന്ധിച്ച് നോക്കിയാൽ 234 നിയമസഭാ മണ്ഡലങ്ങളിലും നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് IPDS ഈ സർവേ ഫലം പുറത്തുവിട്ടിരിക്കുന്നത്. 81,375 പേർ ഈ സർവേയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഇതിൽ 54.8% നഗരങ്ങളിൽ നിന്നും 41.3% ഗ്രാമങ്ങളിൽ നിന്നും ഉള്ളവരാണ് പങ്കെടുത്തിരിക്കുന്നത്. IPDS 2025 ജൂണിൽ നടത്തിയ സർവേയിലും DMKയുടെ തുടർഭരണം ഉണ്ടാകും എന്ന് പ്രവചിച്ചിരുന്നു. എന്നാൽ 2ാം സ്ഥാനത്ത് AIADMKയും TVK 12 മുതൽ 18% വരെ വോട്ട് നേടും എന്നതുമായിരുന്നു പ്രവചനം. ഇവിടെ നിന്നാണ് മുഖ്യമന്ത്രി സ്ഥാനത്തെത്താൻ അർഹതയുള്ള 2ാമത്തെ നേതാവായി വിജയ് ഉയരുമെന്ന തരത്തിലേക്ക് ഈ സർവേ ഫലം മാറിയിരിക്കുന്നത്. അതാണ് ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. ഇത്തവണ തമിഴ്നാട്ടിൽ എന്തായാലും കടുത്ത മത്സരം എന്നത് ഉറപ്പാണ്. ഭരണ തുടർച്ചയ്ക്ക് DMKയും കരുത്ത് കാട്ടാൻ TVKയും ശ്രമിക്കുമ്പോൾ തമിഴ്നാട്ടിൽ BJPയും ശക്തി കാട്ടാൻ എല്ലാ ശ്രമങ്ങളും നടത്തി വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മത്സരം തീവാറും. തമിഴ്നാട്ടിൽ ഈ വർഷം ഏപ്രിലിൽ NDA സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ് അവിടെ സന്ദർശനം നടത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവകാശപ്പെട്ടത്. മകൻ ഉദയനിധി സ്റ്റാലിനെ മുഖ്യമന്ത്രിയാക്കുക എന്ന ഒറ്റ ലക്ഷ്യം മുന്നിൽ കണ്ടാണ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രവർത്തിക്കുന്നത് എന്ന് അമിത്ഷാ കുറ്റപ്പെടുത്തുന്നു. ആദ്യം കരുണാനിധി, പിന്നെ സ്റ്റാലിൻ, അതിനുശേഷം ഉദയനിധി, ഇവരെ അങ്ങനെ മുഖ്യമന്ത്രിയാക്കുക എന്ന സ്വപ്നം നടക്കാൻ പോകുന്നില്ല എന്നതാണ് അമിത്ഷാ പറഞ്ഞത്. തമിഴ്നാട്ടിലെ കുടുംബവാഴ്ചയ്ക്ക് അന്ത്യം കുറിക്കാൻ സമയമായി എന്ന സന്ദേശമാണ് അമിത്ഷാ നൽകിയിരിക്കുന്നത്. അതായത് ദേശീയ തലത്തിൽ കോൺഗ്രസിലെ കുടുംബവാഴ്ചയ്ക്കെതിരെ ആണ് BJP എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലും ഈ കുടുംബവാഴ്ചയ്ക്കെതിരെയാണ് BJP അവരുടെ പ്രചരണം കേന്ദ്രീകരിക്കുന്നത്. ആ രീതിയിൽ അമിത്ഷാ തന്നെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നു. ഒരേ സമയം TVK, BJP, AIADMK എല്ലാവരെയും നേരിടേണ്ടുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ DMK ഉള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടയിൽ കോൺഗ്രസും TVKയും കൈകൊടുക്കുമെന്ന ചില അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. അത് ഒഴിഞ്ഞു എന്നത് DMKയ്ക്ക് സംബന്ധിച്ച് ആശ്വാസമുള്ളതാണ്. തമിഴ്നാട്ടിൽ ഇപ്പോഴും തങ്ങൾ DMKയുടെ സഖ്യകക്ഷിയാണ് എന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയതോടുകൂടിയാണ് ആ അഭ്യൂഹം തൽക്കാലത്തേക്കെങ്കിലും ഒഴിവായിരിക്കുന്നത്. 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തെക്കുറിച്ചുള്ള ചർച്ചകളിലാണ് ഇരു പാർട്ടികളും എന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. ഇതോടെ കോൺഗ്രസ് വിജയുടെ തമിഴക വെട്രികഴകവുമായി കൈകോർക്കാൻ ശ്രമിക്കുന്നുവെന്ന പ്രചാരണത്തിന് അവസാനമായി. കോൺഗ്രസും DMKയും തമ്മിൽ ദീർഘകാലമായുള്ള വിശ്വസ്തമായ ബന്ധമാണ് നിലവിലുള്ളതെന്നും ആ ബന്ധത്തിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നും തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ ചുമതല വഹിക്കുന്ന ഗിരീഷ് ചോഡാൻകർ വ്യക്തമാക്കിയതോടുകൂടിയാണ് ആ ആശങ്ക ഒഴിഞ്ഞത്. നമുക്കറിയാം, വിജയെ സംബന്ധിച്ച് ഈ സർവേ ഫലം നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സെപ്റ്റംബർ മാസത്തിൽ 27-ാം തീയതിയാണ് 41 പേർ കൊല്ലപ്പെട്ട കരൂർ ദുരന്തം സംഭവിക്കുന്നത്. അന്ന് ആ ദുരന്തം സംഭവിക്കുമ്പോൾ അവിടെ നിന്ന്, ആ ദുരന്ത മുഖത്ത് നിന്ന് സ്വന്തം ജീവൻ രക്ഷിച്ചുകൊണ്ട് ഒളിച്ചോടുന്ന ഒരു വിജയിയാണ് നമ്മൾ കണ്ടത്. വിജയ്ക്കെതിരെ വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നു. വിജയുടെ ആരാധകർ പോലും വിജയെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ അവിടെ ഉയർന്ന ചോദ്യം, വിജയുടെ രാഷ്ട്രീയ ജീവിതത്തിന് അത് അന്ത്യം കുറിക്കുമോ എന്ന തരത്തിലൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അത്തരം സംശയങ്ങൾ ഉയർന്നിരുന്നു. വിജയ് ആ സമയത്ത് ആ വിഷയം കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചെയ്തതെല്ലാം പാളിപ്പോകുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേൽക്കുന്ന വിജയെയാണ് നമ്മൾ പിന്നീട് കണ്ടത്. പിന്നീട് ആ കുതിപ്പ് തുടരുന്നു എന്നതിന്റെ സൂചനകളാണ് ഏറ്റവും ഒടുവിൽ ഈ സർവേ ഫലങ്ങൾ കൂടി നൽകുന്നത്. കോൺഗ്രസും BJPയും അവിടെ ക്ലച്ച് പിടിക്കാൻ പാടുപെടുമ്പോഴാണ് വിജയുടെ മുന്നണി സഖ്യസാധ്യതകൾ കൂടി ആ രീതിയിൽ തേടുകയാണെങ്കിൽ ഒരുപക്ഷെ അത്ഭുതങ്ങൾ തമിഴ്നാട്ടിൽ സംഭവിക്കാൻ
സാധ്യതയുണ്ട് എന്നതിന്റെ സൂചനകൾ പോലുമാണ് അവിടെ തെളിയുന്നത്. വിജയ് ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിലായിരുന്ന സമയത്ത് രാഹുൽ ഗാന്ധി നേരിട്ട് വിളിച്ചിരുന്നു. കോൺഗ്രസ് സഖ്യ സാധ്യതകൾ തേടിയിരുന്നു എന്ന വിവരങ്ങൾ വന്നിരുന്നു. BJPയും ആ രീതിയിലുള്ള സഖ്യ സാധ്യതകൾ തേടിയിരുന്നു. പക്ഷേ ഒറ്റയ്ക്ക് നിന്ന് പോരാടാനുള്ള തീരുമാനമാണ് വിജയ് എടുത്തത്. ആ രീതിയിൽ ഒറ്റയ്ക്ക് തന്നെ വിജയ് രംഗപ്രവേശം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അതിൽ ആ തീരുമാനത്തിൽ, ആ നീക്കത്തിൽ വിജയിക്കുന്നു എന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സഖ്യ സാധ്യതകൾ കൂടി തേടുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ 2026 തെരഞ്ഞെടുപ്പിൽ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും സാഹചര്യങ്ങളും ഇനിയും ഉണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. തിളക്കമുള്ള സിനിമാ ലോകത്ത് നിന്ന് പടിയിറങ്ങിയ ദളപതി തമിഴ്നാട് ഭരിക്കുന്ന കാലം അതിവിദൂരമല്ല എന്നതിന്റെ സൂചനകളാണ് അവിടെ നിന്നും, തമിഴ്നാട്ടിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമുക്കിനി സായനയാത്രയിലേക്ക് പോകാം. പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ തന്നെ യാത്ര ചെയ്ത്, ഞാൻ തന്നെ റെക്കോർഡ് ചെയ്ത ഒരു റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. അമ്പൂരിയിലെ, നമുക്കറിയാം തിരുവനന്തപുരത്തു നിന്ന് ഏതാണ്ട് 10-40 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അമ്പൂരി എന്ന സ്ഥലം. ആ അമ്പൂരി ഗ്രാമപഞ്ചായത്തിലെ പന്തപ്ലാമൂട് നടപ്പാലം കാണാൻ ഞാനും വീട്ടിൽ നിന്നുള്ളവരും പോയപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി റെക്കോർഡ് ചെയ്തതാണ്. നല്ല സുന്ദരമായ ഒരു സ്ഥലമാണ് ആ റിപ്പോർട്ടിൽ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ ഈ പുതുവർഷത്തിൽ ഞാൻ പോയ ഒരു സ്ഥലം പ്രേക്ഷകരെ പരിചയപ്പെടുത്തുകയാണ്. 2 ദിവസം ലീവ് എടുത്ത് പോയത് അമ്പൂരിയിലേക്കാണ്. അമ്പൂരി നഗരത്തിൽ നിന്ന് ഒഴിഞ്ഞ ഇടമാണ്, വളരെ കാമാണ്, നല്ല സുന്ദരമായ സ്ഥലമാണ്. കുറേയധികം സ്ഥലങ്ങൾ നമുക്ക് കണക്ട് ചെയ്ത് കാണാൻ പറ്റും എന്നതാണ് അമ്പൂരിയിലേക്ക് എത്താൻ ഇടയാക്കിയത്. അപ്പോൾ ആ സ്ഥലങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്താമെന്നാണ് ഞാൻ കരുതുന്നത്. വൈകുന്നേരം പോയിരിക്കാൻ പറ്റുന്നൊരു സ്ഥലം ഞാൻ തന്നെ പ്രേക്ഷകരെ പരിചയപ്പെടുത്താമെന്ന് കരുതിയാണ് പന്തപ്ലാമൂട് നടപ്പാലത്തിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നത്. അമ്പൂരി എന്ന ഗ്രാമത്തെ ആദിവാസി ഉന്നതികളുമായി ബന്ധിപ്പിക്കുന്ന നടപ്പാലമാണ് ഈ പാലം. അപ്പോൾ പ്രേക്ഷകരും എന്നോടൊപ്പം വരൂ. വൈകുന്നേരങ്ങൾ ചെലവഴിക്കാൻ പറ്റുന്ന ഒരിടം തേടി നഗരത്തിൽ നിന്ന് ആളുകൾ എത്തുന്ന ഒരിടമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പാലം. ഒന്നുമില്ല, ഒരു നടപ്പാലമാണ്. പക്ഷേ ഇതിൻ്റെ എവിടെ വെച്ചാലും നല്ല ഫ്രെയിമാണ്, നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. പിന്നെ ശാന്തസുന്ദരമാണ്. ഇവിടെ ഇരുന്നിങ്ങനെ അസ്തമയമൊക്കെ കാണാം, കാറ്റുകൊള്ളാം. അത് തേടിയാണ് ആളുകൾ ഇവിടേക്ക് എത്തുന്നത്. നെയ്യാർ ഡാമിന്റെ റിസർവോയറിന് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് 2010 നിർമ്മിച്ച പാലമാണ്. ശശി തരൂർ MP ആണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. നല്ല ഫോട്ടോഷൂട്ടിനുള്ള അവസരമുണ്ട് എന്നതാണ് ആളുകളെ കൂടുതലായി ഇവിടേക്ക് വരുത്തുന്ന പ്രധാനപ്പെട്ട ഘടകം. നമുക്കറിയാം, എങ്ങോട്ട് വെച്ചാലും ഫ്രെയിമാണ്. ചേച്ചി 15 വർഷമാവുന്നു പാലം വന്നിട്ടില്ലേ? നല്ല സഹായമാണ്. ഇപ്പൊ പുതിയ പാലവും വരുന്നുണ്ടല്ലോ അപ്പുറത്ത്. എന്നാലും നിങ്ങൾക്ക് ഇതായിരിക്കും ഏറ്റവും ഉപകാരപ്രദം അല്ലേ? ഓട്ടോ കയറുന്നത് കൊണ്ട് അതും സഹായമാണ്. അസുഖമായി വന്നാലും പെട്ടെന്ന് പോകാൻ പറ്റും. എവിടുന്നാ വരുന്നേ? ഞാൻ കൊല്ലത്തുനിന്ന്. കൊല്ലത്തുനിന്ന് ഇവിടെ ട്രിപ്പിന്റെ ഭാഗമായിട്ട് വന്നതായിരിക്കും? ഭാഗമായിട്ട് വന്നതാണ്. വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ആകെ ഉള്ളൊരു പരിമിതി എന്ന് പറയുന്നത് 2 ഭൂപ്രദേശങ്ങളെ തമ്മിൽ സംയോജിപ്പിക്കുന്ന ആകെ ഒരു നാരോ ആയിട്ടുള്ളൊരു പാലമാണ്. അപ്പോൾ പാലത്തിന്റെ ഈ ഭംഗിയൊക്കെ കണ്ട് നമ്മൾ ആസ്വദിച്ച് നിൽക്കുമ്പോൾ ഒരു ചായ കുടിക്കാൻ തോന്നിയാൽ ഇവിടെ അടുത്ത് തന്നെ ഒരു ചായക്കടയുണ്ട്. അവിടെ നല്ല പഴംപൊരിയും നാടൻ വിഭവങ്ങളും, അതായത് വൈകുന്നേര സമയങ്ങളിൽ നമ്മൾ കഴിക്കുന്ന വിഭവങ്ങളും ചായയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു ചായ കഴിച്ചുകൊണ്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ട് ഉള്ള വഴിയിൽ ആദിവാസി ഉന്നതികളാണ്.
അപ്പോൾ കുറേ അധികം കുടുംബങ്ങളുണ്ട്. അവിടെ നിന്നുള്ളവരും ഒക്കെ വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ എത്താറുണ്ട്. എന്നോട് എൻ്റെ അടുത്തിരിക്കുന്നത് ആ ഉന്നതിയിലെ ഒരു അമ്മയാണ്. അമ്മയുടെ പേരെന്താ? എൻ്റെ പേര് ആനന്ദം. ആനന്ദം. വീട്ടിലാരൊക്കെയുണ്ട്? ഞാൻ ഒറ്റയ്ക്ക്. ഇതാണ് ഇവിടെയുള്ള ഏക ചായക്കട. അപ്പോൾ നല്ല തിരക്കാണ്. ഇപ്പോഴാണ് ഈ ആളുകൾ കൂടുതലായിട്ട് ഇവിടേക്ക് എത്താൻ? കൂടുതലായിട്ട് ഇപ്പോഴാണ്, ഈ ഒരു 2 വർഷം കൊണ്ടാണ് ആൾ കൂടുതലായിട്ട് എത്താൻ. അല്ലെങ്കിൽ അങ്ങനെ ആളില്ല. ഇല്ല. റീൽസിലൂടെ ഒക്കെ കണ്ട ആളുകൾ പരിചയപ്പെട്ട് വരികയാണ്. അതപ്പോ കച്ചവടത്തിന് സഹായമായി. ഊരിലുള്ളവരൊക്കെ ഇവിടേക്ക് എത്തുമോ? വൈകുന്നേരം സമയം ചായ കുടിക്കാനൊക്കെ ആയിട്ട് അവരും കാറ്റുകൊണ്ടൊക്കെ ഇരിക്കാം. കുറെ സമയമൊക്കെ ഇവിടെ ഇരിക്കും. ഒരു 6-7 മണി വരെയൊക്കെ ആൾക്കാരുണ്ടാവും. ഞങ്ങൾക്ക് വന്നപ്പോൾ സ്ഥലം നല്ല സന്തോഷമായിരുന്നു. മക്കളുമായിട്ടൊക്കെ വന്ന് ആഘോഷിക്കാനും വെക്കേഷന് വന്ന് നിൽക്കാനും കാണാനും നല്ല 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 പ്രകൃതി ഭംഗിയുള്ള സ്ഥലം. സൂപ്പർ. ഫോട്ടോ ഒക്കെ എടുത്തോ? കുറെ ഫോട്ടോ ഒക്കെ എടുത്തു. ഇവിടെ ഒന്ന് കാണാനായിട്ട് വന്നു. വളരെയായിട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളാവോ? ഒരു ഇതായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെയൊക്കെ കൊണ്ടുവരുമ്പോൾ ഇതിപ്പോ വണ്ടി വരുമ്പോൾ നമുക്ക് പോകാൻ സ്ഥലമല്ല, നമ്മൾ ഓടി അങ്ങോട്ട് ഇറങ്ങണം ഇങ്ങോട്ട് ഇറങ്ങണം. എന്താ ഇങ്ങനെ ഒരു സ്ഥലം തെരഞ്ഞെടുത്തേ? റീൽസിലൊക്കെ കണ്ടപ്പോൾ വളരെ മനോഹരമായി, വന്നപ്പോഴും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ പാലത്തെ കുറിച്ച് എങ്ങനെ അറിഞ്ഞേ? നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത്, പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫേമസ് അല്ലേ, റീൽസിലൂടെ കണ്ടിട്ട് അങ്ങോട്ട് വന്നത്. പിന്നെ ഈ ക്രിസ്മസ് അവധിയൊക്കെ ആയിട്ട് ബ്ലോഗും കാര്യങ്ങളൊക്കെ, അപ്പൊ ഒന്ന് ഒതുങ്ങിയിട്ട് വരാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഇറങ്ങിയതാ. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മലയും നെയ്യാറും നടപ്പാലവും സൂപ്പർ ആയിട്ടുണ്ട്. എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, എല്ലാവരും ഒരിക്കലെങ്കിലും ഇവിടെ വരണം. സൂപ്പർ. എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളി, രക്ഷയില്ല. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, നല്ലൊരു കാലാവസ്ഥയാണ് ഈ ടൈമിൽ. ഇപ്പോ അവരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഓട്ടോയ്ക്ക് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ആളുകൾ കൂടുതലായി വരുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണോ? ബുദ്ധിമുട്ടില്ല. ബുദ്ധിമുട്ട് ഉന്നതിയിലുള്ളവരാണല്ലേ? അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണോ ആളുകൾ? ആളുകൾ നിന്നാല് അവരിങ്ങനെ മാറിക്കഴിഞ്ഞാൽ പോകാൻ പറ്റുള്ളൂ. അത്രയ്ക്കും വീതി കുറഞ്ഞ ഇടമാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതൊരു ബുദ്ധിമുട്ടല്ല. ഓട്ടോറിക്ഷക്കാർക്കായാലും അങ്ങനെ കാത്തു കിടക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടല്ല എന്ന് അവർ തന്നെ പറയുന്നു. പ്രേക്ഷകരെ, ഞാൻ എൻ്റെ അമ്മയ്ക്കും മകൾക്കും ഒപ്പമാണ് ഇവിടെ എത്തിയത്. ഇനി അവരുടെ അടുത്ത് കൂടി എങ്ങനെയുണ്ട് സ്ഥലമെന്ന് ചോദിച്ചാൽ, എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ എൻ്റെ മോക്ക്? കൊള്ളാം. അതൊക്കെ ഇഷ്ടപ്പെട്ടോ? നല്ല സ്ഥലമാണ്, പക്ഷേ സൗകര്യങ്ങൾ ഒരുപാട് കുറവാണ്. ഒരു വാഹനം പോയി കഴിഞ്ഞാൽ അവിടെ ഓടിപ്പോകണം, അല്ലെങ്കിൽ വഴക്ക് വരെ നടക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അത്യാവശ്യക്കാരാണെങ്കിൽ നടത്തുന്നുണ്ട്, വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയൊക്കെ എല്ലാം ചെയ്താൽ ടൂറിസമായിട്ട് നല്ല വികസിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. പ്രകൃതി ഭംഗി നിറഞ്ഞ നല്ലൊരു സ്ഥലമാണ്. അതിന് സർക്കാരോ അല്ല അതിൻ്റെ വേണ്ടവരോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ ഇതൊരു ടൂറിസം സ്പോട്ടായി ഉയർത്താൻ പറ്റുമെന്ന സാധ്യതകളുണ്ടെങ്കിൽ അത് തേടണം എന്നുള്ളതാണ് പറയാനുള്ളത്. എന്തായാലും നല്ല രസമുള്ള സ്ഥലമാണ്. വെറൈറ്റി ആയിട്ട് ഒരിടം തേടുന്നവർക്ക് എത്താൻ പറ്റുന്ന ഇടമാണ് അമ്പൂരിയിലെ ഈ പാലം. അമ്പൂരിയെ ആകർഷകമാക്കുന്ന മറ്റൊരു ഘടകം എന്ന് വെച്ചാൽ കണക്ട് ചെയ്ത് കുറേ അധികം സ്ഥലങ്ങൾ കാണാൻ പറ്റും എന്നതാണ്. അധികം ദൂരത്തിലല്ലാണ്ട്. ഇതിപ്പോൾ നമ്മൾ കണ്ട പാലം, മറ്റൊന്ന് കുമ്പിച്ചൽ കടവ് പാലമാണ്. അത് ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു, പതിറ്റാണ്ടുകളുടെ ആഗ്രഹം എന്ന് പറയാം. അതിപ്പോൾ ഉദ്ഘാടനം കാത്തു കിടക്കുകയാണ്. വളരെ സുന്ദരമായ ഒരു പാലമാണ്. മറ്റൊന്ന് മായങ്കടവാണ്. അപ്പോൾ ആ മായങ്കടവിലും പോകാം. അങ്ങനെ 3-4 സ്ഥലങ്ങൾ കാണാം. പിന്നെ നെയ്യാർ ഡാമും അടുത്താണ്, അതുകൊണ്ട് തന്നെ അവിടെയും പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് കുറേ അധികം സ്ഥലങ്ങൾ ഒരുമിച്ച് കാണാനും പറ്റും എന്ന ഒരു സൗകര്യം കൂടി അമ്പൂരിയെ സംബന്ധിച്ചുണ്ട്. അമ്പൂരിയിൽ എത്തുന്നത് ഏറ്റവും സമാധാനമായ, ഏറ്റവും കാമായിട്ടുള്ള സ്ഥലത്തെത്തണം. വലിയ തിരക്കില്ലാത്ത ഒരു സ്ഥലത്ത് സമയം ചെലവഴിക്കണം എന്ന ആഗ്രഹമുള്ളവരാണ് പ്രധാനമായും ഇവിടേക്ക് എത്തുന്നത്. അപ്പോൾ അമ്പൂരിയിൽ ഇതുപോലെ ഒരുപാട് സുന്ദരമായ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ ഒരു ടൂറിസം സ്പോട്ടായി വികസിപ്പിച്ചെടുക്കാൻ കഴിയുകയാണെങ്കിൽ അവിടേക്ക് കൂടുതൽ ആളുകളെത്തും. ഈ സ്ഥിരം കണ്ട്
പരിചിതമായ സ്ഥലങ്ങൾ വേണ്ട എന്ന് കരുതിയാണ് കൂടുതൽ ആളുകളും ഇങ്ങനെയൊക്കെ റിസർച്ച് നടത്തി കണ്ടെത്തി ആ സ്ഥലങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ആളുകൾക്ക് വെറൈറ്റിയായി പുതിയ പുതിയ സ്ഥലങ്ങൾ വേണം. അപ്പോൾ നമ്മൾ ടൂറിസത്തെ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നവരാണ്. അപ്പോൾ അധികാരികളുടെ ശ്രദ്ധയിൽ കൂടി ഈ കാര്യങ്ങൾ പെടട്ടെ. അമ്പൂരി വളരെ സുന്ദരമായ സ്ഥലമാണ്. അവിടെ കൂടുതൽ ടൂറിസം സ്പോട്ടുകൾ കണ്ടെത്തി വികസിപ്പിക്കാൻ അതിന് ചുമതലപ്പെട്ടവർ ശ്രമിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.